ബഹുമാനായ അയ്യമോയോട് സദസ്സിലുള്ള ഒരു ചോദ്യമാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്രയേറെ മാതൃക വ്യക്തിയായിട്ടും എന്തുകൊണ്ടാണ് നാസ്തിക യുക്തിവാദ പ്രസ്ഥാനത്തിന്റെ ആളുകൾ മുഹമ്മദ് നബിയെ ഇത്രമാത്രം വിമർശിച്ചുകൊണ്ടിരിക്കുന്നത്? പ്രത്യേകിച്ച് കേരളത്തിലെ യുക്തിവാദ പ്രസ്ഥാനത്തിന്റെ ആളുകൾ. കേരളത്തിൽ മാത്രമല്ല, ലോകത്തിന്റെ എല്ലാ ഭാഗത്തും പ്രവാചകനെ വിമർശന വിധേയമാക്കിയിട്ടുണ്ട്. അത് ഇന്ന് തുടങ്ങിയതല്ല. പ്രവാചകന്റെ നുബുവത്തുമായി ബന്ധപ്പെട്ട് 40 വയസ്സ് തുടങ്ങിയതാണ് ഈ വിമർശനം. ഇതെന്താണ് കാരണം? നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുന്നോട്ട് വെച്ച ആ സിദ്ധാന്തം നല്ല ജീവിത പദ്ധതി, അത് അന്യൂന്യമായിരുന്നു, വളരെ കൃത്യമായിരുന്നു. പ്രയോഗവൽക്കരിക്കുവാൻ ആർക്കും തടസ്സമില്ലാത്ത കാര്യങ്ങളാണ് പ്രവാചകൻ പഠിപ്പിച്ചത്. അതുകൊണ്ടാണ് പ്രവാചകനോട് ഇത്രത്തോളം വിദ്വേഷം പ്രചരിപ്പിക്കുവാൻ കാരണം. അപ്പൊ നിങ്ങൾക്ക് പിന്നെ പറ്റി തോന്നാ ഇതേ മുമ്പ് നിങ്ങൾക്ക് തോന്നാൻ ചോദിക്കാം. സ്വാഭാവികമാണല്ലോ. മനുഷ്യനെ തെറ്റാണെന്ന് ബോധ്യമായാൽ മനുഷ്യനാണ്, തെറ്റും കുറ്റമൊക്കെ വന്ന് തെറ്റാണെന്ന് ബോധ്യം വന്നാൽ പറഞ്ഞത് മാറ്റി പറയുക, ആ തെറ്റിന്റെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് ശരിയായ മാർഗമെന്നാണ് എനിക്ക് തോന്നിയത്. എന്ത് ചെയ്യാനാ, ഇങ്ങനെ ഒരു വിഷയം ഇന്നെടുത്ത് സംസാരിക്കണം എന്ന് വിചാരിച്ചതല്ല. ഈ വിഷയം പ്രത്യേകിച്ച് മുഹമ്മദ് നബി, ആയിഷ കല്യാണം, ഇതൊന്നും സംസാരിക്കാൻ അത്ര വലിയ താല്പര്യമുള്ള ഒരാളുമല്ല ഞാൻ. അതേസമയത്ത് ഇവരെന്നെ ഇത് തന്നെ ഏറ്റിപ്പിടിച്ചുകൊണ്ട് പിന്നെയും പുറകെ നടന്നിട്ട് പേര് വിളിച്ച് ചൊറിഞ്ഞുകൊണ്ടിരുന്നാൽ ഇപ്പം എന്താ ചെയ്യാൻ പറ്റുക എന്ന് ആലോചിച്ച് നോക്കണം. പല പ്രശ്നങ്ങളും പല കാര്യങ്ങളും സീരിയസ് ആയിട്ട് സംസാരിക്കാനുള്ളതിൻ്റെ ഇടയിൽ ഇതുപോലെയുള്ള തമാശകളിൽ വെറുതെ വീണ്ടും എന്നെ ടാഗ് ചെയ്ത് തംബ്നെയിൽ എൻ്റെ ഫോട്ടോയൊക്കെ കൊടുത്ത് ലിയാഖത്ത് അലി കട്ടുമുറിക്കും മുൻപ് മുഴുവൻ കേൾക്കിട്ട എന്നൊക്കെ പറഞ്ഞിട്ട് കേരളത്തിലെ യുക്തിവാദികൾക്ക് എന്താ മുഹമ്മദ് നബിയോട് ഇത്ര ദേഷ്യം എന്ന് അയ്യൂബ് മൗലവിയോട് ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടി, അതിൽ അയ്യൂബ് മൗലവി പറയുന്ന മറുപടി ലിയാഖത്ത് ശ്രദ്ധിച്ച് കേട്ടാൽ ലിയാഖത്തിനും സത്യം ബോധ്യപ്പെടും എന്ന ഉദ്ദേശത്തോടു കൂടിയോ, അല്ലെങ്കിൽ ഇതിന് മറുപടി പറയാൻ ലിയാഖത്തിലാവൂല എന്ന ഒരു ആത്മവിശ്വാസത്തോടു കൂടിയോ എന്തുദ്ദേശത്തിലാണ് ഈ തംബ്നെയിലിൽ എൻ്റെ പേരൊക്കെ ചേർത്തത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും എനിക്ക് താല്പര്യം ഇല്ലാത്ത വിഷയമാണെങ്കിലും പേരെടുത്ത് വിളിക്കുമ്പോൾ നമ്മൾ മറുപടി പറയണമല്ലോ. നമുക്ക് വിഷയത്തിലേക്ക് പോവാം. ബഹുമാനായ അയ്യമോയോട് സദസ്സിലുള്ള ഒരു ചോദ്യമാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്രയേറെ മാതൃക വ്യക്തിയായിട്ടും എന്തുകൊണ്ടാണ് നാസ്തിക യുക്തിവാദ പ്രസ്ഥാനത്തിന്റെ ആളുകൾ മുഹമ്മദ് നബിയെ ഇത്രമാത്രം വിമർശിച്ചുകൊണ്ടിരിക്കുന്നത്? പ്രത്യേകിച്ച് കേരളത്തിലെ യുക്തിവാദ പ്രസ്ഥാനത്തിന്റെ ആളുകൾ. കേരളത്തിൽ മാത്രമല്ല, ലോകത്തിന്റെ എല്ലാ ഭാഗത്തും പ്രവാചകനെ വിമർശന വിധേയമാക്കിയിട്ടുണ്ട്. അത് ഇന്ന് തുടങ്ങിയതല്ല. പ്രവാചകന്റെ നുബുവത്തുമായി ബന്ധപ്പെട്ട് 40 വയസ്സ് തുടങ്ങിയതാണ് ഈ വിമർശനം. പിന്നീട് ഇസ്ലാം പല പ്രദേശങ്ങളിലേക്ക് ഇങ്ങനെ വ്യാപിച്ചു. മക്കയിലെ തെക്ക് ഭാഗത്തായാലും പടിഞ്ഞാറ് ഭാഗത്തായാലും എല്ലാ പ്രദേശങ്ങളിലേക്കും ഇന്നൊരു മുസ്ലിം ഇല്ലാത്തൊരു പ്രദേശമുണ്ടോ എന്ന് സംശയമാണ്. അത്രത്തോളം വ്യാപിച്ചു ഇസ്ലാം. മുഹമ്മദ് നബിയുടെ നുബുവത്തിന്റെ കാലം തൊട്ട് തന്നെ ഇപ്പം ചോദ്യകർത്താവിന് അറിയേണ്ടത്, ഇദ്ദേഹം തംബ്നെയിലിന്റെ ഫോട്ടോ ഒക്കെ വെച്ചതുകൊണ്ട് ഞാൻ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ ആയിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. എന്തുകൊണ്ടാണ് മുഹമ്മദ് നബിയോട് ഇത്രയും വിദ്വേഷം, എന്താണ് മുഹമ്മദ് നബിനോട് ഇത്ര ദേഷ്യം, വിമർശിക്കാൻ എന്താ കാരണം? അയ്യൂബ് മൗലവിക്ക് കാര്യം അറിയാം. അയ്യൂബ് മൗലവി സത്യസന്ധമായിട്ട് പറഞ്ഞു അത് ഇന്നലെ തുടങ്ങിയെന്നല്ല. മുഹമ്മദ് നബിയുടെ നുബുവത്തിന്റെ കാലം തുടങ്ങി മുഹമ്മദ് നബിക്കെതിരെ വിമർശനങ്ങളുണ്ട്, ചോദ്യങ്ങളുണ്ട്. പലതരത്തിൽ മുഹമ്മദ് നബീനെ ആക്ഷേപിക്കുന്ന ആളുകളുണ്ട്. അത് അന്നും ഉണ്ട്, ഇന്നും ഉണ്ട്. പക്ഷെ ഞാനൊന്നും മുഹമ്മദ് നബീനെ ആക്ഷേപിക്കാൻ ഉദ്ദേശിച്ചൊന്നും പറയാറില്ല. പ്രത്യേകിച്ച് 7-ാം നൂറ്റാണ്ടിൽ മരണപ്പെട്ടു പോയ ഒരു മനുഷ്യനെ സംബന്ധിച്ച് നമ്മൾ ആക്ഷേപിച്ചെന്തെങ്കിലും പറയണം എന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തുകൊണ്ടാണ് ഞാൻ മുഹമ്മദ് നബിയെ വിമർശിക്കുന്നത്, ഞാൻ എന്തുകൊണ്ടാണ് ഇസ്ലാമിനെ വിമർശിക്കുന്നത് എന്നുള്ളത് ഞാൻ വഴിയെ പറയാം. അപ്പോൾ എന്തുകൊണ്ടാണ് വിമർശിക്കുന്നത് എന്ന് അയ്യൂബ് മൗലവിയുടെ ഉത്തരം എനിക്ക് ഉള്ള ഒരു മറുപടിയായിട്ട് ഈ വീഡിയോ പബ്ലിഷ് ചെയ്തിട്ടുള്ള ആള് കരുതുന്നു എന്നതുകൊണ്ടാണ് ഈ വിഷയം ഞാൻ വീണ്ടും സംസാരിക്കുന്നത് ഞാൻ ആമുഖമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ എന്തുകൊണ്ടാണ് മുഹമ്മദ് നബിക്കെതിരെയുള്ള വിമർശനങ്ങൾ ഉണ്ടാവുന്നത്? ഇസ്ലാം എന്നൊരു വാക്ക് പോലും ഈ അടുത്ത കാലത്താണ് ഓക്സ്ഫോർഡ് ഡിക്ഷണറിയിൽ വന്നത്. 1999 അവസാന കാലഘട്ടത്തിലാണ്. 7-ാം നൂറ്റാണ്ടിലുള്ള ഇസ്ലാം എന്ന വാക്ക് പറയാൻ പോലും അവർക്ക് മടിയായിരുന്നു. എന്താ കാരണം? അന്ന് കാര്യമായിട്ട് അറിവില്ല ഇസ്ലാം എന്ന് പറയുന്ന മതത്തെക്കുറിച്ച്. പിന്നെ ഇസ്ലാം എന്ന് പറയുന്ന മതത്തെ വിമർശിക്കുന്നതും ഇസ്ലാം എന്ന് പറയുന്ന മതത്തെ ആളുകൾ മനസ്സിലാക്കുന്നതും അതൊക്കെ യൂറോപ്പിലൊക്കെ ഇല്ല എന്നാണ് പറയണത്. ബാക്കി ഇസ്ലാമിന്റെ കാലത്ത് പ്രചരിച്ച പ്രദേശങ്ങളിലൊക്കെ ഇസ്ലാമിന് ഇസ്ലാം എന്ന പേരുണ്ട്. എന്തുകൊണ്ട് ഇസ്ലാമിനെ വിമർശിക്കപ്പെടുന്നു എന്നുള്ള ചോദ്യത്തിന് അയ്യൂബ് മൗലവി ഉത്തരം പറയാൻ വേണ്ടി വട്ടം ചുറ്റുകയാണ്. അപ്പൊ അത് എനിക്ക് ചെറിയൊരു സംശയം തോന്നി. അയ്യൂബ് മൗലവിക്ക് ഇപ്പൊ ട്യൂഷൻ എടുത്തുകൊണ്ടിരിക്കുന്നത് അക്ബർ സാഹിബ് ആണോ എന്ന്. കാരണം ചോദിച്ചത് എന്തോ ഉത്തരം പറയുന്നത് വേറെന്തോ എന്ന നിലയിലാണ് കാര്യങ്ങളുടെ പോക്ക്. എന്തായാലും നമുക്ക് വേറെ മാർഗമൊന്നുമില്ല, പുറകെ പോയി നോക്കാം. കട്ടുമുറിക്കരുത് എന്ന് എന്നോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കട്ടുമുറിക്കുന്നില്ല, ഡയറക്റ്റ് ആയിട്ട് പുറകെ പോയി നോക്കാം. മുഹമ്മദ് നബിയാണ് ഇതിന്റെ അന്ത്യപ്രവാചകനായി വന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹുവിന്റെ ദീന് പ്രചരിപ്പിക്കുക, അത് സന്ദേശിക്കാന്ന് കവിഞ്ഞ് അതിന്റെ അപ്പുറത്തേക്ക് എനിക്ക് വല്ല അഭിമാനമുണ്ട്, നമ്മളെ മതാണ് എന്നുള്ള സ്വന്തം മതം പോലെ പറഞ്ഞില്ല. അദ്ദേഹത്തിന്റെ പേര് തന്നെ ഇസ്ലാം വരുന്നതിന് മുമ്പ് തന്നെ മുഹമ്മദ് എന്ന പേരാണ്. ആ പേര് പോലും കളിയാക്കിയിട്ട് മുഹമ്മദ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. അതായത് കോന്തൻ എന്ന അർത്ഥം വരുന്ന വാക്കാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. സ്തുതിക്കപ്പെട്ടവൻ എന്ന വാക്കിന് പകരം. ഇത്രത്തോളം വെറുപ്പുണ്ടായിരുന്നു. അത്തരം ആളുകൾ നമ്മുടെ ഇടയിൽ ഇപ്പോഴും ഉണ്ട്. മുഹമ്മദിനെ വേറെ പേര് വിളിച്ച്, വക്രീകരിച്ച പേര് വിളിച്ച് പരിഹസിച്ച് അതെന്തോ വിമർശനമാണ് എന്ന് മേനി നടിക്കുന്ന ആളുകളുണ്ട്. നമുക്കിവിടെ അത്തരം പതിവുകളില്ല. അത്തരം ഇസ്ലാം മത വിമർശനം എന്ന പേരിൽ മുസ്ലിം വെറുപ്പ് പ്രചരിപ്പിക്കുന്ന പല പ്രൊഫൈലുകളിലും അത്തരം തംബ്നെയിലും അത്തരം പദപ്രയോഗങ്ങളും അത്തരം ആക്ഷേപഹാസ്യം അല്ലെങ്കിൽ സർക്കാസം എന്ന പേരിൽ എന്താ പറയാ സംസ്കാരശൂന്യമായിട്ടുള്ള അത്തരം പല പരിപാടികളും കണ്ടിട്ടുണ്ട്. എന്നെ സംബന്ധിച്ച് ആ അർത്ഥത്തിൽ മുഹമ്മദ് എന്ന വ്യക്തിയോട് ഏതെങ്കിലും തരത്തിലുള്ള വെറുപ്പോ വിദ്വേഷമോ അല്ലെങ്കിൽ ആ വ്യക്തിയെ മോശമായിട്ട് ഞാനായിട്ട് ചിത്രീകരിക്കേണ്ട അവസ്ഥയൊന്നുമില്ല. അദ്ദേഹത്തിന്റെ 6-ാം നൂറ്റാണ്ടിലെ 7-ാം നൂറ്റാണ്ടിലെ ജീവിതം ഇപ്പൊ പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടുന്ന കാര്യവും സാധാരണഗതിയിൽ ഇല്ല.
എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്? അത് നമുക്ക് വഴിയെ പറയാം. അതാണല്ലോ ചോദ്യം. അയ്യൂബിനോടുള്ള ചോദ്യം, എന്തുകൊണ്ട് മുഹമ്മദ് നബി ഇപ്പോഴും വിമർശിക്കപ്പെടുന്നു എന്നുള്ളതാണല്ലോ ചോദ്യം. ആ ചോദ്യത്തിലേക്ക് അയ്യൂബ് എത്തുന്നത് വരെ നമ്മൾ പുറകെ പോകും. അയ്യൂബ് അവിടെ എന്നെങ്കിലും എത്തും എന്നുള്ളതാണ്. അപ്പൊ മുഹമ്മദിനോട് വൈരാഗ്യം വെച്ച് പുലർത്തിയിരുന്നവർ, മുഹമ്മദിന്റെ കാലഘട്ടത്തിൽ മുഹമ്മദിന് ചുറ്റും ജീവിച്ചിരുന്ന ആളുകൾക്ക് മുഹമ്മദിനോട് വൈരാഗ്യം ഉണ്ടാവാനും അമർഷം ഉണ്ടാവാനും മുഹമ്മദിനെ ഇത്തരം പദപ്രയോഗങ്ങൾ പ്രയോഗിക്കാനും മുഹമ്മദ് നബിയുടെ പ്രവർത്തനങ്ങൾ അവിടെ കാരണമായിട്ടുണ്ട്. കാരണം മുഹമ്മദ് അവിടെ നിന്നിട്ട് ആ മനുഷ്യരുടെ ദൈവസങ്കല്പങ്ങളെയും അവരുടെ വിശ്വാസങ്ങളെയും ഒക്കെ പുച്ഛിക്കുകയും പരിഹസിക്കുകയും ആക്ഷേപിക്കുകയും ചീത്ത വിളിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിനോടുള്ള പ്രതികരണം എന്ന രീതിയിലാണ് മക്ക ഖുറൈശികൾ മുഹമ്മദിനോട് ആക്ഷേപസ്വരത്തിൽ ഞങ്ങൾ സംസാരിക്കുമെന്ന ആദ്യം മുന്നറിയിപ്പ്, വീട്ടിൽ പോയി മുന്നറിയിപ്പ് കൊടുത്തിട്ടൊക്കെയാണ് മുഹമ്മദിനെതിരെ മോശമായ പദപ്രയോഗങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടത്. 6-ാം നൂറ്റാണ്ടിൽ 7-ാം നൂറ്റാണ്ടിലുള്ള ഗോത്രകാല മനുഷ്യർ പരസ്പരം വിളിച്ച കാര്യങ്ങളൊന്നും നമ്മളിപ്പം ഇത് പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ട കാര്യമില്ല. ഇതൊക്കെ നമ്മളെ കയ്യിലേക്ക് കിതാബിൽ എഴുതി കൊണ്ടുവന്ന് ഇതാണ് ഏറ്റവും മികച്ചത് എന്ന് പറയുമ്പോഴാണല്ലോ എന്നാ കാണിക്ക് ഞാനൊന്ന് നോക്കട്ടെ ആ മികച്ചതിന്റെ കോലം എന്ന് പറഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നമാണ്. മുഹമ്മദ് നബി അവിടെ ജീവിച്ചു, അതെന്തോ കിതാബിൽ എഴുതി വെച്ചു, അത് നിങ്ങൾ അലമാരയിൽ പൂഴ്ത്തി വെച്ചു. നമ്മൾ ആരും നിങ്ങൾ അലമാര ചൂഴ്ന്ന് നോക്കി അതിനുള്ള കിതാബ് എടുത്ത് നോക്കി അതിൽ പരതി മുഹമ്മദ് നബിയെ കുറിച്ച് അന്ന് എഴുതി വെച്ചതൊക്കെ എടുത്ത് പുറത്തിട്ട് എന്നൊന്നും ആവശ്യമില്ല നമുക്ക്. പക്ഷേ കാലഹരണപ്പെട്ടതും മനുഷ്യന്റെ ഇടയിൽ പറയാൻ പറ്റാത്തതുമായിട്ടുള്ള ഈ കഥകളും ഈ സംഭവങ്ങളൊക്കെ പുസ്തകത്തിൽ എഴുതി വെക്കുകയും ആ പുസ്തകം മറിച്ച് വെച്ച് നാട്ടുകാർക്ക് മുഴുവൻ മാർക്കിടാൻ നടക്കുകയും എന്നിട്ട് അതിനേക്കാളൊക്കെ നല്ലത് ഇതാണ് എന്ന് വാചകമടിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ ആ പുസ്തകം വാങ്ങി പരിശോധിക്കുന്നു. അതിൽ അങ്ങനെയല്ലല്ലോ ഉള്ളത്, ഇങ്ങനെയാണല്ലോ ഉള്ളത്, ഇതത്ര നല്ല സ്വഭാവം അല്ലല്ലോ എന്ന് നമ്മൾ പറയും. എന്ന് നിങ്ങൾ ഈ കിതാബെല്ലാം വാരി കൂട്ടി ഭാണ്ഡത്തിൽ കെട്ടി അലമാരക്കകത്ത് കയറ്റി വെക്കുന്നോ എന്ന് നമ്മൾ ഈ പണി നിർത്തും. അത്രേ ഉള്ളൂ അതിന്റെ കാര്യം. ഇതെന്താണ് കാരണം? നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുന്നോട്ട് വെച്ച ആ സിദ്ധാന്തം എന്നല്ല പറയാം, ജീവിത പദ്ധതി, അത് അന്യൂന്യമായിരുന്നു, വളരെ കൃത്യമായിരുന്നു. പ്രയോഗവൽക്കരിക്കുവാൻ ആർക്കും തടസ്സമില്ലാത്ത കാര്യങ്ങളാണ് പ്രവാചകൻ പഠിപ്പിച്ചത്. അതുകൊണ്ടാണ് പ്രവാചകനോട് ഇത്രത്തോളം വിദ്വേഷം പ്രചരിപ്പിക്കുവാൻ കാരണം. അതെ, മനുഷ്യന്മാർക്ക് ഏറ്റവും സുഗമവും സുന്ദരവും ഏറ്റവും എളുപ്പമുള്ളതും ഏറ്റവും ഉത്തമവുമായിട്ടുള്ള ഒരു ജീവിത പദ്ധതി മനുഷ്യന്മാർക്ക് പരിചയപ്പെടുത്തി കൊടുത്തതിനാണോ പോലും മുഹമ്മദ് നബി ഇത്രമേൽ വെറുക്കപ്പെട്ടവനായത്. എന്താണ് മൗലവി പറയണത്? എന്ത് മാതൃക! ഇനി മുഹമ്മദ് നബി മികച്ച ഒരു ജീവിത പദ്ധതി തയ്യാറാക്കി കൊടുത്തതിന് ആർക്കും അത് പിന്തുടരാൻ ഒരു പ്രയാസമില്ലാത്ത ഏറ്റവും എളുപ്പമായിട്ടുള്ള ഒരു മാർഗം പറഞ്ഞു കൊടുത്തതിന് ലോകം, ചരിത്രം അദ്ദേഹത്തിന് കൊടുത്ത ശിക്ഷയാണോ? അദ്ദേഹത്തെ കുറിച്ചുള്ള വിമർശനങ്ങൾ നിങ്ങൾ തന്നെ പറയും. പിന്നീട് ഇന്ത്യയിലേക്ക് വരുമ്പോൾ അടുത്ത സമീപകാലങ്ങളിൽ നമ്മൾ ഇവിടുത്തെ തീവ്ര വലതുപക്ഷ രാഷ്ട്രീയത്തിന് വേണ്ടി പ്രവാചകനെ ആക്ഷേപിക്കുകയും അധിക്ഷേപിക്കുകയും പുസ്തകങ്ങൾ രചിക്കുകയും ചെയ്ത ആളുകൾക്ക് ഒരു ലക്ഷ്യമുണ്ട്. അത് ഇസ്ലാമിനെ ഒരു പൊതു ശത്രുവാക്കി ഇസ്ലാം മതത്തിന്റെ ഈ കാര്യങ്ങളൊക്കെ സമൂഹത്തിൽ പല പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് പലർക്കും. ഇത്രയും നല്ല ഉയർന്ന മൂല്യങ്ങളുള്ള സിദ്ധാന്തം, മൂല്യമുള്ള ജീവിത പദ്ധതി ഇത് വലിയൊരു പ്രയാസമായപ്പോൾ പ്രവാചകനെ തന്നെ ആക്ഷേപിക്കുന്ന രംഗമാണ് ഉണ്ടായത്. അത് തന്നെ ചരിത്രത്തിൽ നിന്ന് അടർത്തിയെടുത്ത് അവിടെയും ഇവിടെയും കട്ട് ചെയ്ത ചില ഭാഗങ്ങളാണ്. എങ്ങാനും ഇസ്ലാം എന്ന് പറയുന്ന ഈ മഹത്തരമായ ജീവിത പദ്ധതി നമ്മുടെ നാട്ടിലുള്ള ജനാധിപത്യ രീതിയും ഭരണഘടനയും ഒക്കെ വലിച്ചെറിഞ്ഞ് ഇസ്ലാം പുൽകേണ്ടി വരുമോ എന്ന ഒരു മടി കൊണ്ടാണ് അത്ര മുഹമ്മദ് നബീനെ മോശമായിട്ട് ചിത്രീകരിക്കുന്നത്. ഒരിക്കൽ കൂടി പറയുന്നു, ആദർശപരമായി ആശയപരമായി ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകളെ ഏതു തരത്തിലും നേരിടുക, അല്ലെങ്കിൽ അതിനോട് ആശയപരമായിട്ട് അനൈക്യം പ്രഖ്യാപിക്കുക, വിമർശിക്കുക എന്നതിന് പകരം ആ വ്യക്തിയെ എന്തെങ്കിലും മോശം പേര് പറയുകയോ ചീത്ത വിളിക്കുകയോ തെറി വിളിക്കുകയോ ചെയ്യുന്നത് പ്രത്യേകിച്ച് പ്രയോജനമില്ലാത്ത കാര്യമാണ്. അങ്ങനെ ചെയ്യുന്ന ആളുകൾ, വെറുപ്പ് അങ്ങോട്ടും ഇങ്ങോട്ട് പ്രകടിപ്പിക്കുന്ന ആളുകൾ ഇരുപക്ഷത്തുണ്ട്. അപ്പോൾ അവരുടെ ആ കൂട്ടത്തിലേക്ക് നമ്മൾ പോകുന്നില്ല, അവരുടെ ആ വാദങ്ങളിലേക്ക് നമ്മൾ പോകുന്നില്ല. മൗലവി പറയുന്നത് വരെ എന്തുകൊണ്ട് ഇപ്പൊ ഇതാകെ പറഞ്ഞത് ഇസ്ലാം എന്ന് പറയുന്ന ഒരു മികച്ച ജീവിത പദ്ധതി ആളുകൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തതിന് വേണ്ടിയാണ് മുഹമ്മദ് നബിനെ നാട്ടുകാർ മുഴുവൻ ചീത്ത വിളിക്കുന്നതെന്നാണ്. ഇനി അദ്ദേഹം മുഹമ്മദ് നബിയുടെ ഏറ്റവും മികച്ച ജീവിത പദ്ധതി എന്ന് ഇപ്പൊ പറഞ്ഞല്ലോ, അതിന് 1-2 ഉദാഹരണം അദ്ദേഹം പറഞ്ഞുതരും. ഒറ്റ ഉദാഹരണത്തിന് പ്രവാചകൻ ആക്ഷേപിക്കുന്ന ഒരു മേഖലയാണ് പ്രവാചകന്റെ വിവാഹ ജീവിതം. പ്രവാചകന് 51 വയസ്സുള്ള ഒരാൾ 9 വയസ്സുള്ള ഒരു സ്ത്രീയെ കല്യാണം കഴിച്ചു എന്നുള്ളതാണ് വലിയ പ്രശ്നമായി പറയുന്നത്. എന്താ കഥ! അയ്യൂബ് മൗലവിക്ക് ഇപ്പൊ നിന്ന നിപ്പിൽ വട്ടം കറങ്ങിയപ്പോ 53 വയസ്സ് 52 വയസ്സുള്ള ഒരാള്, ഒരു വൃദ്ധൻ 7 വയസ്സ് 9 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നതും അവരെ ഭാര്യയാക്കി കൂടെ കൂട്ടുന്നതും ഒന്നൊരു പ്രശ്നമില്ലാണ്ടായി മാറി. ഒരൊറ്റ വട്ടം കറങ്ങലിൽ ഇങ്ങനെ മനുഷ്യനെ കൊണ്ട് സാധിക്കും അയ്യൂബ് മൗലവി? അതിലിപ്പോ എന്താ കുഴപ്പമുള്ളത്? അതാണ് ഇപ്പൊ ഇത്ര വലിയ പ്രശ്നമായിട്ട് പറയണതെന്ന് നിങ്ങൾ ആലോചിക്കണം. ഞാൻ MM അക്ബർ ആണോ ഇദ്ദേഹത്തിന്റെ പുതിയ ഗുരു എന്ന് എനിക്ക് സംശയം തോന്നാനുള്ള കാരണങ്ങളിലേക്കാണ് ഇനി ഇദ്ദേഹത്തിന്റെ സംഭാഷണം പോകുന്നത്. ഇദ്ദേഹം ഇനി ആയിഷ വിവാഹത്തെ, മുഹമ്മദ് ആയിഷ കല്യാണത്തെ ന്യായീകരിക്കാൻ വേണ്ടി, മുഹമ്മദിന്റെ വിവാഹ കാര്യത്തിലുള്ള വിമർശനങ്ങൾക്ക് മറുപടി പറയാൻ വേണ്ടി ഇദ്ദേഹം ഉപയോഗിക്കുന്ന ഓരോ ന്യായങ്ങളും അതിലെ പദപ്രയോഗങ്ങളും വരെ MM അക്ബറിന്റെ പഴയ വീഡിയോയിലുള്ളതാണ്. അത് ഞാൻ നിങ്ങൾക്ക് അയ്യൂബ് മൗലവിയുടെ ഭാഗം കേട്ടതിന് ശേഷം കേൾപ്പിച്ചു തരാം. നിങ്ങളത് പറയുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് കേട്ടോളൂ, അദ്ദേഹത്തിന്റെ ന്യായീകരണങ്ങൾ ഒന്ന് കേട്ടോളൂ. നിങ്ങൾ ആലോചിച്ച് നോക്ക്, 7-ാം നൂറ്റാണ്ടിൽ പ്രവാചകന് വിവാഹം കഴിക്കുമ്പോൾ വിവാഹം ചെയ്തു കൊടുക്കുന്ന അബൂബക്കറിന് കുട്ടിയുടെ വാപ്പാക്ക് പരാതിയില്ല. ആ നാട്ടുകാർ കുറെ ആക്ഷേപിച്ചിട്ടുണ്ട് പ്രവാചകനെ. ഒരാൾ പോലും പ്രവാചകന്റെ ഈ ജീവിതം ആക്ഷേപ വിധേയമാക്കിയിട്ടില്ല.
ഇതാണ് ഒരു പോയിന്റ്. കല്യാണം കഴിച്ച കുട്ടിക്ക് പരാതി ഇല്ലാന്ന്. പൊന്നാര കൂട്ടരെ അല്ലെങ്കിൽ മൗലവി, സ്വന്തം പിതാവിന്റെ ഉറ്റ തോഴനായ ചങ്ങാതിയായ ചെറിയ പ്രായം തൊട്ട് 2 വയസ്സും 3 വയസ്സും തൊട്ട് കാണുന്ന വാപ്പാന്റെ കൂട്ടുകാരനെ വാപ്പയെപ്പോലെ കണ്ടു വളർന്ന ഒരു പിഞ്ചു പൈതലിനെ പട്ടിൽ പൊതിഞ്ഞ് ദൈവം കാഴ്ചവെച്ചു അല്ലെങ്കിൽ കാണിച്ചു കൊടുത്തു എന്നതിന്റെ പേരിൽ സുഹൃത്തിനോട് ആ 6 വയസ്സുകാരിയെ എനിക്ക് കല്യാണം കഴിപ്പിച്ചു തരണം എന്ന് ആവശ്യപ്പെട്ട ഒരു കൂട്ടുകാരൻ, വാപ്പാന്റെ സുഹൃത്തിനെയും ഒരുപോലെ ബഹുമാനത്തിൽ കണ്ട ആ കുട്ടിയെ കല്യാണം എന്താണെന്നോ പുതിയാപ്പിൾ എന്താണോ എന്ന് അറിയാത്ത കാലത്ത് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന മുഹമ്മദ് നബി. അബൂബക്കറിന് പരാതി ഉണ്ടായിരുന്നില്ലേ? ഇഷ്ടക്കുറവ് ഉണ്ടായിരുന്നില്ലേ? മുഹമ്മദ് നബി അബൂബക്കറിനോട് കല്യാണം ആലോചിക്കുമ്പോൾ അബൂബക്കർ ചോദിച്ചില്ലേ, ഞാന് നിങ്ങളെ സഹോദരനല്ലേ എന്ന്? അപ്പൊ മുഹമ്മദ് നബി എന്താ പറഞ്ഞത്? സാഹോദര്യൊക്കെ മതത്തിലാണ്, ഇതെനിക്ക് അനുവദനീയമാണ് എന്ന്. അല്ലെ? അങ്ങനെ തന്നെയല്ലേ അയ്യൂബ് മൗലവി? നിങ്ങൾ കിതാബ് ഓതി പഠിച്ച ആളല്ലേ? അങ്ങനെ തന്നെയല്ലേ ചോദിച്ച അബൂബക്കർ? ഇത് പൈലൊക്കെ ഇപ്പൊ വലിയ വിഷമുണ്ടോ? ഈ പെൺകുട്ടിക്ക് എന്തോന്ന് എതിർപ്പുണ്ടാവാൻ? അബൂബക്കർ എങ്ങനെ എതിർക്കും? മുഹമ്മദിനോട് എതിർക്കാൻ കഴിയില്ലല്ലോ. ഇതാണ് ഇപ്പൊ ഒരു പോയിന്റ്. അപ്പൊ ഇത് അക്ബർ പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ ആലോചിച്ചാൽ മതി, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചുതരാം. ശരി, അത് 7-ാം നൂറ്റാണ്ടിൽ പിടി. 19-ാം നൂറ്റാണ്ടും 20-ാം നൂറ്റാണ്ടും നമ്മളെ ഒരു 4 തലമുറ കഴിഞ്ഞാൽ നമ്മളെ മന ബാപ്പ കെട്ടിയത് എത്ര വയസ്സിലറിയോ? 12-ാമത്തെ വയസ്സിൽ. നമ്മളെ ബാപ്പല്ല, വാപ്പാന്റെ ഒരു വാപ്പ എടുത്ത് നോക്കിയാൽ 15-ാമത്തെ വയസ്സിലും 12-ാമത്തെ വയസ്സിലൊക്കെയാണ് കല്യാണം കഴിച്ചിരുന്നത്. നബിന്റെ വിട്ടാൽ തന്നെ. ഇവിടെ മുസ്ലിങ്ങൾ മാത്രമാണോ ഇങ്ങനെ ചെറുപ്പത്തിൽ കല്യാണം കഴിച്ചത്? എല്ലാ മതവിഭാഗത്തിലും അതുണ്ട്, എല്ലാ ഗോത്രത്തിലും അതുണ്ട്, എല്ലാ രാജ്യത്തും അതുണ്ടായിരുന്നു. എന്താ പ്രവാചകൻ മാത്രം ഈ ആക്ഷേപം പറയാൻ കാരണം? അയ്യൂബ് മൗലവിക്ക് അറിയില്ല, തീരെ അറിയില്ല, പാവം അല്ലെ. എന്റെ വാപ്പാന്റെ പേര് മുഹമ്മദാണ്. എന്റെ വാപ്പ കല്യാണം കഴിച്ചത് ചിലപ്പോൾ 13 വയസ്സിലോ 14 വയസ്സിലോ ആയിരിക്കും. എന്റെ ഉമ്മക്ക് പ്രായം അത്ര ആയിരുന്നിരിക്കും. അതിന് എന്റെ വാപ്പ മക്കളോട് പറഞ്ഞേൽപ്പിച്ചിട, നിങ്ങളൊക്കെ ഞാൻ ചെയ്ത പോലെ ചെയ്യണം, ഞാൻ മുണ്ടുടുത്ത പോലെ ഉടുക്കണം, ഞാൻ നടന്ന പോലെ നടക്കണം, നിങ്ങൾ എല്ലാവരും നിങ്ങളെ ഭാര്യനെയും കുട്ടീനെയും സ്നേഹിക്കണേക്കാളും കൂടുതൽ എന്നെ സ്നേഹിക്കണം എന്ന് എന്റെ വാപ്പ പറഞ്ഞാ. നീ എന്റെ വീട്ടിൽ അല്ല എന്റെ വെല്ലിപ്പ ആരെങ്കിലും അങ്ങനെ കല്യാണം കഴിച്ചെങ്കിൽ അയലോക്കത്തെ കോയക്കുട്ടിയാക്കിയും മൂസക്കുട്ടിയാക്കിയും അവരുടെ മക്കളും പേരക്കുട്ടികളൊക്കെ ഇതേ പാത പിന്തുടരണം എന്ന നിബന്ധനയുണ്ടോ? അപ്പൊ നമ്മളെ വല്ലിപ്പാര് ഈ നൂറ്റാണ്ടിലെ 20-ാം നൂറ്റാണ്ടിലെ കഴിഞ്ഞ കൊല്ലോ അങ്ങനെ കല്യാണം കഴിച്ചു എന്നതിന് എങ്ങനെയാണ് മുഹമ്മദ് നബിയുടെ കല്യാണവുമായിട്ട് കൂട്ടിച്ചേർത്ത് നിങ്ങൾക്ക് ന്യായീകരിക്കാൻ പറ്റുക? എന്തുകൊണ്ടാണ് മുഹമ്മദ് നബിയുടെ വിവാഹം മാത്രം ഇപ്പോഴും ഇത് പറഞ്ഞ് വിമർശിക്കുന്നതെന്നല്ലേ ചോദ്യം. അതിന് ഞാൻ അക്ബർ സാഹിബിന്റെ വാദം കൂടി കഴിഞ്ഞിട്ട് മറുപടി പറയാം. ഈ വാദവും അക്ബർ സാഹിബിന്റെ പഠിപ്പിക്കലായിട്ടാണ് എനിക്ക് തോന്നിയത്. മഹാത്മാഗാന്ധി കല്യാണം കഴിച്ചിട്ടില്ലേ? കാത്തോലിക്ക സഭയിലെ പല ആൾക്കാരും അങ്ങനെ പണ്ട് കല്യാണം കഴിച്ചിട്ടില്ലേ? അങ്ങനെ കുറെ കഥകളും ചരിത്രങ്ങളൊക്കെ പറഞ്ഞുതരും. ലോകത്ത് വേറെ എല്ലാവരും കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിലും മുഹമ്മദ് നബി കല്യാണം കഴിക്കുന്നതിന്റെ മാനം വേറെയാണ്. അതെന്താന്ന് നമുക്ക് പിന്നെ പറയാം. ആയിഷ റളിയല്ലാഹു അൻഹു ചില പ്രവാചകന്റെ വ്യക്തി ജീവിതത്തിന്റെ സ്വകാര്യ മേഖലകൾ സമൂഹത്തെ പഠിപ്പിച്ചു. അവരൊരു റാവിയാണ്, ഹദീസ് റിപ്പോർട്ടറാണ്. അവർ പ്രവാചകന് ഒപ്പം നിന്നുകൊണ്ട് ഒപ്പിയെടുത്ത കാര്യങ്ങളാണ് പിന്നീട് പഠിപ്പിച്ചെടുത്തത്. അത്രത്തോളം ബുദ്ധിമതിയായ ഒരു സ്ത്രീയായിരുന്നു ആയിഷ. ആയിഷക്കതിന് പരാതിയില്ല, തന്റെ പിതാവിന് പരാതിയില്ല, കുടുംബക്കാർക്ക് പരാതിയില്ല. 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന നമ്മൾ 7-ാം നൂറ്റാണ്ടിൽ ജീവിച്ച പ്രവാചകൻ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് വിമർശന വിധേയമാക്കുകയാണ്. ഒരിക്കലല്ല. 7-ാം നൂറ്റാണ്ടിലുള്ള മുഹമ്മദിനെയും മുഹമ്മദിന്റെ കല്യാണവും മുഹമ്മദിന്റെ ഭക്ഷണം കഴിക്കലും തലേക്കെട്ടും കുപ്പായവും ഉടുപ്പും ഒക്കെ ഈ നൂറ്റാണ്ടിലേക്ക് കൊണ്ടുവന്നത് ഇവിടുന്ന് പിന്നെ മതം ഇല്ലാത്ത ആളുകളും മതം വിമർശിക്കുന്ന ആൾക്കാരും ടൈം ട്രാവൽ ചെയ്ത് കൊണ്ടുവരുന്നതല്ല. അത് കിതാബായി തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ സൂക്ഷിക്കും എന്ന് പറഞ്ഞിട്ട് മതം പ്രചരിപ്പിച്ചു കൊണ്ടിരുന്നതാണ്. ഇതെല്ലാ കാലത്തേക്കും എല്ലാ മനുഷ്യർക്കുമുള്ള ഉത്തമ മാതൃകയാണ്. മുറുകെ പിടിച്ചോളൂ, ചാണിന് ചാണും മുളത്തിന് മുളവും, മുഹമ്മദ് നബിയെ പിൻപറ്റിക്കോളൂ, മുഹമ്മദ് നബി പറഞ്ഞതും ചെയ്തതും മൗനം കൊണ്ട് സമ്മതിച്ചതുമായിട്ടുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തിക്കോളൂ എന്ന് പറഞ്ഞ് പഠിപ്പിക്കുമ്പോൾ മുഹമ്മദിന്റെ ചരിത്രം നമ്മൾ വായിച്ചു നോക്കിയിട്ട് ഇത് പടർത്താൻ പറ്റുമോ ഉസ്താദെ, ഇത് പിന്തുടരാൻ പറ്റുമോ ഉസ്താദെ എന്ന് ചോദിക്കുക മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. എന്താണ് മൗലവി അക്ബർ സാഹിബിന്റെ കൂടെ പോയി ഉള്ളതും കൂടി പോയോ? നിങ്ങൾ നോക്കൂ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബജീവിതം എടുത്ത് പരിശോധിച്ച് നോക്കൂ. വളരെ സന്തുഷ്ടമായ സമാധാനപൂർണ്ണമായ ജീവിതമായിരുന്നു എന്ന് വിമർശിച്ചു പഠിച്ചവർ എഴുതി വെച്ചിട്ടുണ്ട്. എന്താ കഥ? 2-3 തെളിവെന്താ? ആയിഷ ബീവി കുറെ ഹദീസുകൾ, ആയിഷ ബീവി മുഹമ്മദിന്റെ കൂടെ നിന്ന് സ്വകാര്യ ജീവിതത്തിന്റെ വിലപ്പെട്ട അറിവുകൾ ഒപ്പിയെടുത്തു എന്ന്. ആയിഷ ബീവി ചെറിയ പ്രായത്തിലുള്ള ആ പെൺകുട്ടിയെ കൊണ്ട് മുഹമ്മദ് ഒപ്പിയെടുപ്പിച്ചതും മുഹമ്മദ് കഴുകി വൃത്തിയാക്കിപ്പിച്ചതും എന്താണെന്ന് അവരുടെ ഈ റിവായത്തിൽ തന്നെ ഹദീസിൽ എഴുതി വെച്ചിട്ടുണ്ട്. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കേണ്ടതില്ല, ഞാനത് പറയൂല. നിങ്ങൾ കിതാബിൽ അങ്ങനെ ഉണ്ടെങ്കിലും അക്ബർ സാഹിബ് കുറച്ചുകൂടി വിശദമായിട്ട് ഈ രംഗം പറയുന്നുണ്ട്. ഇതും അക്ബറിന്റെ വാദമാണ്. അയ്യൂബിന് അക്ബറിന്റെ ട്യൂഷൻ ആണോ എന്നാണ് സംശയം. അങ്ങനെയാണെങ്കിൽ അയ്യൂബ് മൗലവി ഇസ്ലാമിലല്ല, എവിടെ പോയിട്ടും കാര്യം ഉണ്ടാവില്ല. ഭാര്യ ആയിഷ കുട്ടിയാണ്, കുട്ടിത്തം വിട്ടിട്ടില്ലെന്ന് മനസ്സിലാക്കിയ പിതാവ് അവൾക്ക് കളിക്കുവാൻ, കൂട്ടുകൂടുവാൻ, സല്ലപിക്കുവാൻ സമയം കണ്ടെത്തിയിരുന്നു. മറ്റു കുട്ടികളെ കൂടെ ഇടപഴകാൻ അവസരം കൊടുത്തിരുന്നു. അതോടൊപ്പം ഗൗരവപരമായ കാര്യങ്ങളിൽ ഇടപെടാൻ അവരെ പ്രാപ്തയാക്കുകയും ചെയ്തിരുന്നു. അബൂബക്കർ എന്ന് പറയുന്ന പിതാവിന്റെ കരുതൽ ആലോചിക്കണം. സ്വന്തം കൂട്ടുകാരന് 53 വയസ്സുകാരന് സ്വന്തം മകളെ 7 വയസ്സുള്ളപ്പോൾ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുക, 9 വയസ്സിൽ വീട് കൂടാൻ ഏൽപ്പിച്ചു കൊടുക്കുക, ബെഡ്റൂമിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. എന്നിട്ട് മുഹമ്മദ് നബി അവിടെ ഇല്ലാത്ത ദിവസം ഈ 9 വയസ്സുള്ള കുട്ടിക്ക് കളിക്കാൻ പാവക്കുട്ടിയും കൂട്ടുകാരിയൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കുക. മുഹമ്മദ് കയറി വരുമ്പോൾ കൂട്ടുകാരൊക്കെ മാറിപ്പോവുക.
ഒരേ സമയത്ത് കുഞ്ഞുകുട്ടി, പക്വതയെത്താത്ത കുട്ടി, കളിപ്പാവ കൊണ്ട് കളിക്കേണ്ടുന്ന കുട്ടി, ആ കുട്ടിക്ക് കളിക്കാനുള്ള സൗകര്യം വീടിന് പുറത്തൊരുക്കുകയും മണിയറക്കകത്ത് മുഹമ്മദ് നബിയെ പോലെ ലോകം കണ്ട ഏറ്റവും വലിയ മനുഷ്യന്റെ അടുത്തുനിന്ന് ജീവിതത്തിന്റെ പച്ചയായ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാനുള്ള പ്രത്യേക സംവിധാനം ഒരുക്കി കൊടുക്കുകയും ചെയ്തു എന്ന്. നാണാവുന്നില്ലേ അയ്യൂബ് മൗലവി ഇതുപോലെയുള്ള വഷളത്തരങ്ങൾ ന്യായീകരിക്കാൻ? നിങ്ങൾ മതത്തിലോ മതമില്ലായികയിലോ നിങ്ങൾ എവിടെയെങ്കിലും പോകും, അറ്റ്ലീസ്റ്റ് ഇത്തരം വഷളത്തരങ്ങൾ മിണ്ടാതിരിക്കാനുള്ള മര്യാദയെങ്കിലും കാണിച്ചൂടെ? അതോ ഇനി നിങ്ങൾ അകത്ത് കയറിയിട്ട് മുഹമ്മദിനെ ട്രോളുന്നതാണോ? എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? മനസ്സിലാവുന്നില്ല. അയ്യൂബ് മൗലവി എന്തുദ്ദേശിച്ചാലും അയ്യൂബ് മൗലവിയുടെ വീഡിയോയ്ക്ക് തമ്പനയിൽ ഉണ്ടാക്കിയ ഈ യൂട്യൂബ് ചാനൽ മുതലാളിയോട് പറയാ, നിങ്ങളെ പ്രവാചകനെ നാറ്റിക്കുന്നത് നമ്മളല്ല, നിങ്ങൾ തന്നെയാണ്. ഓക്കെ. ഒരുപാട് ഭാര്യമാരുള്ള പ്രവാചകൻ ഒരിക്കൽ വേറൊരു ഭാര്യ കാവുണ്ടാക്കിയിട്ട്, കാവ കോതമ്പോട് ഉണ്ടാക്കുന്ന ഒരു പായസത്തിനാണ് കാവ എന്ന് പറയും, അതുണ്ടാക്കിയിട്ട് ആയിഷ ഉണ്ടാകുമ്പോൾ വേറൊരു ഭാര്യ നബിക്ക് സൽക്കാരായിട്ട് കൊണ്ടുവന്ന് കൊടുത്തതാണ്. നബി അതിങ്ങനെ തിരക്കടില്ല പായസം നേരി കുടിക്കുമ്പോൾ ആയിഷ വന്നിട്ട് ഈ പായസം എടുത്തിട്ട് മറ്റേ പമ്പറന്നോട് തലമക്കോട് വയ്ക്കുകയാണ്. നിങ്ങൾ നോക്കി, പെണ്ണുങ്ങൾക്കിടയിലുള്ള ഈ കുശുമ്പ് അന്നുണ്ടല്ലോ, രണ്ട് പെണ്ണെട്ടിയാൽ അറിയാലൊരു കഥ. ആ കുശുമ്പ് പ്രവാചകൻ ഇങ്ങനെ പുഞ്ചിരിക്കുക ചെയ്യുന്നത്, ഏതും പ്രശ്നം ചേരുന്നില്ല. പതുക്കെ പതുക്കെ ആയിഷയുടെ ദേഷ്യം, കാരണം താൻ ഉണ്ടായിരിക്കാൻ മറ്റേ പെണ്ണ് പായസം കൊണ്ടുവന്നതാണ് അവർക്ക് ചോദിച്ചത്. അതെ, മുഹമ്മദ് നബിയുടെ കൂടെ പക്വത എത്തിയ പ്രായത്തിൽ ആയിഷ ബീവി ജീവിതം പഠിക്കാണ്. അതിന്റെ ഇടയിൽ വേറെ ഒരു സ്ത്രീ അല്ലെങ്കിൽ മുഹമ്മദിന്റെ വേറെ ഒരു ഭാര്യ പായസം കൊണ്ട് വന്നപ്പോൾ പായസം കമത്തി കളഞ്ഞു പോലും. പൊന്നാരെ കൂട്ടരെ, ആ ഒരൊറ്റ സംഭവത്തിൽ നിന്ന് മനസ്സിലാക്കിക്കൂടെ ആ കുട്ടി എത്ര ഉണ്ടായിരുന്നുള്ളൂ അന്ന്? ആ കുട്ടിയുടെ പ്രായവും പക്വതയും അതെന്ന് മനസ്സിലാക്കിക്കൂടെ? എന്ന് മാത്രമല്ല, പിതാവിനോട് എന്ന പോലത്തെ ഒരു വാത്സല്യവും ഒരു ഒബ്സഷനും ഒക്കെ ആയിഷയ്ക്ക് ഉണ്ടായിരുന്നു എന്ന് വേറെയും ചില ഹദീസുകൾ വായിക്കുമ്പോൾ നമുക്ക് തോന്നും. മുഹമ്മദിനോടുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു സ്നേഹം ആയിഷയ്ക്ക് ഉണ്ടായിരുന്നു. കാരണം സ്വന്തം വാപ്പാന്റെ കൂട്ടുകാരനാണ്, വാപ്പയെപ്പോലെ കണ്ട് പരിചയിച്ച് അങ്ങനെ വളർന്നു വന്ന കുട്ടിയാണ്. അപ്പൊ അവസാനം ഇതെന്താണ് ഭാര്യ, എന്താണ് കല്യാണം എന്നൊന്നും അറിയാത്ത പ്രായത്ത്, അതിപ്പോ നമ്മളെ വീട്ടിലൊക്കെ നമുക്ക് അനുഭവം ഉള്ളതല്ലേ. നമ്മളുടെ ഏറ്റവും ചെറിയ കുട്ടി വേറെ ഏതെങ്കിലും കുട്ടികളെ നമ്മൾ വഴിയിൽ നിന്ന് കാണുക എടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഈ കുട്ടി പ്രശ്നം ഉണ്ടാക്കൂലേ, വാശി പിടിക്കൂലേ, കരയൂലേ, നിലത്ത് കിടന്ന് ഉരുളൂലേ? പാവല്ലേ ആയിഷ അന്നത്തെ കാലത്ത്? എന്നിട്ട് അതിനെയൊക്കെയാണോ അത് കണ്ട് ആരോടും പക്ഷം പിടിക്കാതെ ദേഷ്യപ്പെടാതെ സൗമ്യനായി മുഹമ്മദ് ഇരുന്നു എന്നാണ്? ഇരുന്ന് പോകൂലേ? ചെറിയ കുട്ടികളല്ലേ വാശി പിടിക്കുന്നത് കളിക്കുന്നതും. ഇതിൽ എന്താണ് ഇത്ര അത്ഭുതം അയ്യൂബ് മൗലവി? എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾ എന്തിനാണ് ഇതുപോലത്തെ കഥകളൊക്കെ പൊതു ഇടങ്ങളിൽ വന്ന് പറയുന്നത്? അങ്ങനെ അവർക്കിടയിൽ ഉണ്ടാകുന്ന അഭ്യന്തരമായ പ്രശ്നങ്ങളെ വളരെ മനഃശാസ്ത്രപരമായി കൈകാര്യം ചെയ്ത പ്രവാചകനെ നമുക്ക് അവിടെ വായിച്ചെടുക്കാൻ പറ്റും. അങ്ങനെ കാര്യങ്ങളെ ചരിത്രത്തിൽ നിന്ന് വസ്തുനിഷ്ഠമായി പഠിച്ചാൽ വിമർശിക്കാൻ കഴിയില്ല. പ്രവാചകൻ ആദ്യം കെട്ടിയ കല്യാണം ഏതാ? തനിക്ക് 25 വയസ്സ്, താൻ കെട്ടാൻ പോകുന്നത് മുമ്പ് 2 വട്ടം കെട്ടി ഒഴിവാക്കി 3 കുട്ടികളുള്ള 15 വയസ്സ് തന്നെക്കാളും കൂടുതലുള്ള ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചു. അതിനാണ് നബിക്ക് മക്കളുണ്ടായത്. പിന്നീട് കെട്ടുന്നത് 65 വയസ്സുള്ള സൗദാ ബീവിയെയാണ് കഴിക്കുന്നത്. പ്രവാചകന്റെ വിവാഹ ജീവിതം വേറൊരു വിഷയമായതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. അങ്ങനെ വിമർശിക്കുന്നവർ വിമർശനത്തിന് മുന്നിൽ വെക്കുന്നതൊന്നും കഴമ്പില്ലാത്തതാണെന്നുള്ളത് കൃത്യമായി പഠിച്ചാൽ തോന്നും. അതെ അതെ, ഞാനായിട്ട് ഇനി കൂടുതലൊന്നും പറഞ്ഞ് കഴമ്പ് പുറത്തെടുക്കുന്നില്ല. അപ്പൊ കഴമ്പില്ലാത്തതുകൊണ്ടാണ് വിമർശിക്കുന്നത്. അപ്പൊ സദസ്സിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ചോദ്യം, ഇപ്പൊ ഇത് കേട്ടോണ്ടിരിക്കുന്ന നിങ്ങളിൽ പലർക്കും ഉള്ളിൽ വരുന്ന ചോദ്യം എന്താണ്? ഇതൊന്നും നിങ്ങൾക്ക് അപ്പൊ അന്ന് ആദ്യം മനസ്സിലായിട്ടില്ലേ? ഈ കഥയൊന്നും നിങ്ങൾക്ക് അറിയില്ലായിരുന്നോ എന്ന ഒരു ചോദ്യം അയ്യൂബിന് നേരെ വരാൻ സാധ്യതയുണ്ട്. കമന്റ് ബോക്സിൽ ആരോ എഴുതുന്നത് പോലെ, സത്യം കണ്ടെത്തിയപ്പോൾ തിരിച്ച് ഇസ്ലാമിലേക്ക് പോയ അയ്യൂബ് മൗലവി ഇതൊക്കെ ശരിയല്ല എന്ന് കണ്ടെത്തിയത് എങ്ങനെ, എന്ത് സത്യമാണ് കണ്ടെത്തിയത് എന്ന് പറയുന്നില്ല. അതിന് പകരം ആ ചോദ്യത്തിൽ നിന്ന് അതിവിദഗ്ധമായി രക്ഷപ്പെട്ടു പോകാനുള്ള ഒരു സൂത്രം പ്രയോഗിക്കുന്നത് കണ്ടു. അപ്പൊ നിങ്ങൾക്ക് പിന്നെ പറ്റി തോന്നാ ഇതെന്റെ മുമ്പ് നിങ്ങൾക്ക് തോന്നാന്ന് ചോദിക്കാം, സ്വാഭാവികമാണല്ലോ. മനുഷ്യനെ നിങ്ങൾ ചോദിക്കുന്നുള്ളൂ, ഞാൻ ചോദ്യം ഉന്നയിച്ചാണ്. ഇതെന്റെ നിങ്ങൾക്ക് മുമ്പ് തോന്നാന്ന് ചോദിച്ചാൽ ഇതൊക്കെ വിമർശിച്ചുകൊണ്ടിരുന്നല്ലേ ആണ്. ഇങ്ങനെയൊക്കെ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. അത് നമുക്ക് ചില കാര്യങ്ങൾ, ചില പക്വതയില്ലായ്മ കുറെ കഴിഞ്ഞാൽ പക്വത വരും. എനിക്ക് പക്വത ബോധ്യം വന്നിട്ട്, എനിക്ക് തെറ്റാണെന്ന് ബോധ്യം വന്നിട്ട് ജനങ്ങളൊക്കെ പിന്നെ എന്താ വിചാരിക്കാന്ന് കരുതി ഞാൻ നാണക്കേടോട് പറയാതിരുന്നാൽ എനിക്ക് നഷ്ടപ്പെടുന്നത് പരലോകത്ത് സ്വർഗ്ഗമാണ്. അതുകൊണ്ട് ഞാൻ ഈ പോണ വയ്ക്കാൻ വേണ്ടി പോട്ടെ, ഏതായാലും കുറെ പറഞ്ഞു പോയി, ഇനി അവിടെ തന്നെ നിൽക്കട്ടെ എന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. എന്റെ പൊന്നാര അയ്യൂബ് മൗലവി, സ്വർഗ്ഗം ഉണ്ട് എന്ന് ഒരാൾക്ക് ബോധ്യപ്പെട്ടാൽ, ഈ മരണം അല്ലെങ്കിൽ ഈ ജീവിതം കഴിഞ്ഞിട്ടൊരു ലോകമുണ്ടെന്നും അവിടെ ഈ പറയപ്പെടുന്ന പോലെ ഒരു അള്ളയുണ്ടെന്നും അവിടെ ഒരു വിചാരണയുണ്ടെന്നും അവിടെ സ്വർഗ്ഗം ഉണ്ടെന്നും നരകമുണ്ടെന്നും ബോധ്യപ്പെടേണ്ട ഒരു തോന്നലുണ്ടായാൽ മതി. ഒരു 50-50 ചാൻസിൽ ഒരു തോന്നലുള്ളവൻ പോലും ഇന്നും വിശ്വാസിയാണ്. ഇതറിയാത്ത ആളാ അയ്യൂബ് മൗലവി. ഇതില്ല എന്നും ഒരു ദൈവം ഉണ്ടെങ്കിൽ തന്നെ ആ ദൈവത്തിന്റെ ക്വാളിറ്റി ഒന്നും ഇസ്ലാം പഠിപ്പിക്കുന്ന അള്ളാഹുവിനില്ല എന്നും, ഒരു ദൈവം ഉണ്ടെങ്കിൽ തന്നെ ആ ദൈവം ഒരു പ്രവാചകനായിട്ട് പറഞ്ഞയക്കുമ്പോൾ ആ വ്യക്തിയിൽ ഉണ്ടാവേണ്ടുന്ന ഒരു ഗുണവും മുഹമ്മദ് എന്ന മനുഷ്യനില്ലായിരുന്നു എന്നും ബോധ്യമുള്ളത് കൊണ്ടാണ് മുഹമ്മദിനെ വിമർശിക്കുന്നതും മുഹമ്മദിന്റെ പ്രവാചകത്തെ നിഷേധിക്കുന്നതും. അല്ലാതെ സ്വർഗ്ഗമുണ്ട്, ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് ഇവിടെ ജീവിച്ചാൽ മതി എന്ന ആളുകൾ ഇഹലോകം തെരഞ്ഞെടുത്ത് പരലോകത്തെ അവഗണിക്കും, അറിഞ്ഞിട്ടും അവഗണിക്കും എന്ന് പറയുന്നത് പോലത്തെ ഒരു മണ്ടത്തരം വേറെ ഏതെങ്കിലും നിങ്ങൾക്ക് ലോകത്ത് കാണിച്ചു തരാൻ പറ്റുമോ? അപ്പൊ പണ്ട് അദ്ദേഹത്തിന് മനസ്സിലായില്ല, ഇപ്പൊ അദ്ദേഹത്തിന് മനസ്സിലായി. ഇപ്പൊ അദ്ദേഹത്തിന് സ്വർഗം വേണം പോലും. എന്താണ് മനസ്സിലായത്? ഇതിൽ എന്ത് നന്മയാണ്, എന്ത് മാതൃകയാണ് ലോകാവസാനം വരെയുള്ള മനുഷ്യർക്കുള്ളത്? അയ്യൂബ് മൗലവിക്ക് മനസ്സിലായത് നമുക്ക് പറഞ്ഞു തരും. ഇതല്ലേ നമ്മൾ പുറകെ നടന്ന് ചോദിക്കുന്നത്. തെറ്റാണെന്ന് ബോധ്യമായാൽ മനുഷ്യനാണ്, തെറ്റും കുറ്റമൊക്കെ വരും. വന്ന് തെറ്റാണെന്ന് ബോധ്യം വന്നാൽ പറഞ്ഞത് മാറ്റി പറയുക, ആ തെറ്റിന്റെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് ശരിയായ മാർഗമെന്നാണ് എനിക്ക് തോന്നിയത്.
തെറ്റിന്റെ കൂടെ നിൽക്കൽ എന്തായാലും ശരിയായ മാർഗമല്ല എന്നാണ് അയ്യൂബ് മൗലവിനോട് എനിക്ക് പറയാനുള്ളത്. മനസ്സിലായോ? ചെയ്യുന്നത് തെറ്റാണെന്ന് ബോധ്യമുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ആ തെറ്റ് ചെയ്യാതിരിക്കുക, ആ തെറ്റ് ചെയ്യുന്നതിന്റെ കൂടെ നിൽക്കാതിരിക്കുക. ഇതൊന്നും പറ്റാത്ത ഒരു ദുരവസ്ഥയിൽ നമ്മൾ എത്തിപ്പെട്ടാൽ മിണ്ടാതിരിക്കുക. ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അതല്ലാതെ ചെയ്യുന്നത് തെറ്റാണെന്ന് ബോധ്യപ്പെട്ടാലും തെറ്റിന്റെ കൂടെ നിൽക്കുക എന്ന് പറയുന്നതൊന്നും ശരിയല്ല. ഞാൻ ഇത് മനസ്സിലാക്കുന്നത് അയ്യൂബ് മൗലവിക്ക് ഒരു നാക്കുപിഴ സംഭവിച്ചതായിരിക്കാം എന്നാണ്. പക്ഷെ ഇങ്ങനെ ഒരു കാര്യം സൂചിപ്പിക്കാൻ വേണ്ടി സാന്ദർഭികമായിട്ട് അതിനെ ഉപയോഗിക്കാൻ വേണ്ടി മാത്രം അത് കേൾപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതൊരു നാക്കുപിഴ ആയിരിക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മാത്രമാണ് പ്രവാചകന്റെ ജീവിതത്തിൽ കന്യകയായി കടന്നു വന്നത് എന്നും കന്യകയായ ഒരു പെണ്ണിനോട് എങ്ങനെയാണ് വൈദവ്യത്തിൽ നിൽക്കുന്ന ആളുകളോടുള്ള പെരുമാറ്റം മാത്രമല്ല, കന്യകയുടേതായ അവകാശങ്ങളുണ്ട് എന്നും ആ കന്യകയുമായി എങ്ങനെയാണ് ദാമ്പത്യബന്ധം നയിക്കേണ്ടത് എന്നും മാത്രമല്ല, വൈവാഹിക ബന്ധത്തിന്റെ വ്യത്യസ്തങ്ങളായ അവസരങ്ങളിൽ എങ്ങനെയൊക്കെ പെരുമാറണമെന്ന് അടുത്ത തലമുറക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയുന്ന രൂപത്തിൽ പ്രവാചക വിയോഗത്തിന് ശേഷവും പതിറ്റാണ്ടുകൾ ജീവിക്കുവാൻ കഴിയുന്ന വ്യക്തി എന്നുള്ള നിലക്ക് അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം അള്ളാഹുവിന്റെ കൃത്യമായ നിർദ്ദേശപ്രകാരം പട്ടിൽ പൊതിഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു നൽകിയ പ്രത്യേകമായ നിർദ്ദേശപ്രകാരം തന്നെ ആയിഷ റളിയല്ലാഹു അൻഹയെ സ്വന്തം ജീവിതത്തിലേക്ക് സ്വീകരിക്കുക വഴി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെയും മാതൃകയാകുകയായിരുന്നു. കണ്ട് പഠിക്കുക അയ്യൂബ് മൗലവി. ഇങ്ങനെയാണ് ന്യായീകരിക്കുക. സംഗതികൾ അക്ബർ സാഹിബ് പറയാൻ ഉദ്ദേശിക്കുന്ന കുറെ കാര്യങ്ങളൊക്കെ പറയാൻ ശ്രമിക്കുന്നെങ്കിലും ഈ ഒരു പഞ്ച് കിട്ടുന്നില്ല. നിങ്ങൾ ഈ പഞ്ചിലേക്ക് വരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്താ പറഞ്ഞത്? പട്ടിൽ പൊതിഞ്ഞ് അള്ളാഹ് മുഹമ്മദ് നബിയോട് അഭ്യർത്ഥിച്ചു പോലും. എന്ത് പട്ടിൽ പൊതിഞ്ഞു? പിഞ്ചു കുഞ്ഞിനെ, അല്ലെ? പിന്നെ എന്താണ് പറഞ്ഞത്? കന്യകയുമായിട്ടുള്ള ദാമ്പത്യ ബന്ധം എങ്ങനെയായിരിക്കണം എന്ന് മനസ്സിലാക്കാൻ വേണ്ടി കന്യകയെ കല്യാണം കഴിപ്പിക്കുകയും മുഹമ്മദ് നബിയോട് കൗമാരം വരെ ഒരുമിച്ച് ജീവിക്കുകയും അതുവഴിയുള്ള അനുഭവങ്ങളൊക്കെ സ്വാംശീകരിക്കുകയും സ്വായത്തമാക്കുകയും അത് വരും തലമുറക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി മുഹമ്മദ് നബി മരിച്ചാലും ജീവിക്കുന്ന ഒരാളെ അള്ളാഹ് തെരഞ്ഞെടുത്ത് മുഹമ്മദ് നബിക്ക് ഏൽപ്പിച്ചു കൊടുത്തതാണ് പോലും. കന്യകയായ കുട്ടി, അല്ലെങ്കിൽ എട്ടും പൊട്ടും തിരിയാത്ത ഒരു കൊച്ചുകുട്ടി, ആ കൊച്ചുകുട്ടീനെ ഈ 53 വയസ്സുള്ള ആള് എന്ത് പഠിപ്പിച്ചു കൊടുക്കാനാണ് സാഹിബേ? എന്ത് ഓർത്തു വെക്കാനാണ്? എന്ത് എഴുതി വെക്കാനാണ്? എന്തൊക്കെ നിങ്ങൾ പറയണത്? പ്രായവും ആയിഷ റളിയല്ലാഹു അൻഹയുടെ വിവാഹവുമെല്ലാം വിമർശന വിധേയമാക്കുന്ന ആളുകളോട് നമ്മൾ ചോദിക്കുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പമുള്ള ദാമ്പത്യ ജീവിതത്തെക്കുറിച്ച് ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് നിവേദനം ചെയ്യപ്പെട്ട 2000 ചില്ലാനം ഹദീസുകളെ അപഗ്രഥന വിധേയമാക്കട്ടെ. എന്നിട്ട് തന്റെ ജീവിത കാലഘട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അനുഭവിച്ച ആ ജീവിതാസ്വാദനത്തിന്റെ, സംതൃപ്തിയുടെ, ദാമ്പത്യ ജീവിതത്തിന്റെ സംതൃപ്തമായ നാളുകളെ കുറിച്ചുള്ള ആയിഷ റളിയല്ലാഹു അൻഹയുടെ ജീവിതത്തെ പരിശോധനാ വിധേയമാക്കട്ടെ. എന്നിട്ട് പറയട്ടെ അവരുടെ ജീവിതം മാതൃകാപരമായിരുന്നുവോ അല്ലേ എന്ന്. ഇതിനൊക്കെ എന്താ ഞാൻ മറുപടി പറയാം? 53 വയസ്സുള്ള ഒരു കിളവനുമായിട്ട് ഒരുമിച്ച് ജീവിച്ചിട്ട് എന്ത് ലൈംഗിക സംതൃപ്തിയാണ് ഈ 8 വയസ്സും 9 വയസ്സും, അല്ലെങ്കിൽ എന്ത് ദാമ്പത്യ ജീവിതത്തിന്റെ എന്ത് സംതൃപ്തിയാണ് ഈ 9 വയസ്സും 10 വയസ്സുള്ള പെൺകുട്ടി എഴുതി വെക്കേണ്ടത്? വൃത്തികേട് പറയുന്നതിനൊന്നും ഒരു ലിമിറ്റും ഇല്ല. ഈ വാദങ്ങളൊക്കെയാണ് അയ്യൂബ് മൗലവി വേറൊരു തരത്തിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കളെ. പാപ്പാക്ക് കുഴപ്പമുണ്ടായില്ല, അമ്മാക്ക് കുഴപ്പമുണ്ടായില്ല, പെൺകുട്ടിക്ക് കുഴപ്പമുണ്ടായില്ല, പെൺകുട്ടി ജീവിച്ചിട്ട് എഴുതി വെച്ച കിതാബ് നോക്കൂ എന്നാണ്. എന്തനുഭവം? അനുഭവം എഴുതണമെങ്കിൽ ജീവിതത്തെക്കുറിച്ച് എന്തെങ്കിലും അറിവുണ്ടാവണ്ടേ? എങ്ങനെ സാധിക്കുന്നു എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. തന്റെ ഭർത്താവ് മരണപ്പെട്ട് പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും 20, 30, 40 വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആ ജീവിതത്തെക്കുറിച്ച് അയവിറക്കുമ്പോൾ ഏത് രൂപത്തിലുള്ള മധുരമായിരുന്ന ആയിഷ റളിയല്ലാഹു അൻഹയുടെ നാവിലുണ്ടായിരുന്നത് എന്ന് ഹദീസുകളിലൂടെ പരിശോധിക്കുന്ന, ആയിഷ റളിയല്ലാഹു അൻഹ നിവേദനം ചെയ്ത ഹദീസുകളിലൂടെ പരിശോധിക്കുന്ന ആർക്കും മനസ്സിലാക്കാൻ കഴിയും. സംതൃപ്തിയോടുകൂടിയുള്ള ദാമ്പത്യ ജീവിതം. എന്ത് മധുരം സാഹിബേ, എന്ത് മധുരം! ഞാൻ ഒന്നും പറയുന്നില്ല. നിങ്ങളെ നിലവാരത്തിലേക്ക് വരാൻ പറ്റാത്തതുകൊണ്ട് മാത്രമാണ് പറയാത്തത്. കേട്ടിട്ട് ആളുകൾ, വിശ്വാസികൾ തീരുമാനിക്കും. 53 വയസ്സുള്ള ഒരു വൃദ്ധന്റെ കൂടെ 9 വയസ്സും 10 വയസ്സിലും ഒരു പെൺകുട്ടി, എന്ത് മധുരം! പറയാൻ തോന്നുന്നുണ്ടല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഈ നൂറ്റാണ്ടിലും. പിന്നെ പ്രായവുമായി ബന്ധപ്പെട്ട വിമർശനങ്ങളാണ്. ആ വിമർശകരോട് നമുക്ക് പറയാനുള്ളത്, വെല്ലുവിളിയുടെ സ്വരത്തിൽ പറയാനുള്ളത്, ആയിഷ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇന്നും ഇന്നലെയുമല്ല വിമർശിക്കപ്പെട്ടിട്ടുള്ളത്. പ്രവാചകനെതിരെ മുശ്രിക്കുകൾ വിമർശിച്ചിട്ടുണ്ട്, ക്രിസ്ത്യാനികൾ മിഷനറിമാർ വിമർശിച്ചിട്ടുണ്ട്, ജൂതന്മാർ വിമർശിച്ചിട്ടുണ്ട്, ഭൗതികവാദികൾ വിമർശിച്ചിട്ടുണ്ട്. വെല്ലുവിളിയോടുകൂടി ഞാൻ ചോദിക്കട്ടെ, 19ാം നൂറ്റാണ്ടിന് മുമ്പ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിമർശിച്ചിട്ടുള്ള ആരെങ്കിലും 9 വയസ്സുകാരിയെ വൈവാഹിക ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത് വൃത്തികെട്ട ഏർപ്പാടായത്, അത് അധാർമികമായത് 19ാം നൂറ്റാണ്ടിന് മുമ്പ് ഏതെങ്കിലും ഒരു വിമർശകൻ എഴുതിയത് കാണിച്ചു തരാൻ വിമർശകന്മാർക്കാർക്കെങ്കിലും കഴിയുമോ? അതിനെന്താണ് സാഹിബേ? 19ാം നൂറ്റാണ്ടിന് മുമ്പ് ഇവിടെ പലതും നടന്നിട്ടുണ്ട്. അതിന് നിങ്ങളുടെ അവകാശവാദം എന്താണ്? ഇവിടെ ഞാൻ അതിന് മറുപടി പറയാം. എന്തുകൊണ്ട് ഇപ്പോഴും മുഹമ്മദ് നബി വിമർശിക്കപ്പെടുന്നു, മുഹമ്മദ് നബിയുടെ വിവാഹം വിമർശിക്കുന്നു എന്ന അയ്യൂബ് മൗലവിക്ക് പോലും ആ വിമർശനത്തിന്റെ കാരണം എന്തായിരുന്നു എന്ന് മറന്നുപോയ സ്ഥിതിക്ക്, അക്ബർ സാഹിബ് ഇപ്പൊ ഇത്രയും ആവേശത്തോടുകൂടി വെല്ലുവിളിച്ച് ചോദിക്കുന്ന സ്ഥിതിക്ക് അതിന് മറുപടി പറയണമല്ലോ. ജീവിതത്തിൽ ഒരു മുസ്ലിം പകർത്തേണ്ടുന്നത് മുഹമ്മദിന്റെ ജീവിതചര്യയാണ് എന്നും ഇസ്ലാമിന്റെ വിധികൾ, ഫിഖ്ഹിയായ നിയമങ്ങൾക്ക് പോലും കാരണമാകുന്നത്, അതിന് തെളിവാകുന്നത് മുഹമ്മദിന്റെ ജീവിതത്തിലെ പ്രവർത്തനങ്ങളും വർത്താനങ്ങളും ആണ് എന്നുള്ളത് കൊണ്ടും, ആ പ്രവർത്തനങ്ങളും വർത്താനങ്ങളും അള്ളാഹിന്റെ കിതാബിലുള്ളതും മുഹമ്മദ് നബി പറഞ്ഞതും ചെയ്തതും എല്ലാം കൂടെ കുത്തിക്കൂട്ടി തുന്നിക്കൂട്ടി വെച്ച കിതാബ് നോക്കിയിട്ടാണ് ലോകാവസാനം വരെയുള്ള മനുഷ്യർ ജീവിക്കേണ്ടത് എന്നും അതാണ് ലോകം കണ്ടതിലേക്ക് വെച്ച് ഏറ്റവും മികച്ച ജീവിത പദ്ധതി എന്നും പറഞ്ഞ്
ഈ കിതാബും ഈ വൃത്തികേട് എഴുതി വെച്ച ബാണ്ടക്കെട്ടുമായിട്ട് ഞങ്ങളെ പുറകെ കൂടുമ്പോ അപ്പോഴാണ് നമ്മൾ ഈ കിതാബ് പരിശോധിക്കുന്നത്. അപ്പോഴാണ് മുഹമ്മദിന്റെ ജീവിതം ഇഴകീറി പരിശോധിക്കേണ്ടി വരുന്നത്. അല്ലാതെ 19-ാം നൂറ്റാണ്ടിൽ വേറെ ആൾ കല്യാണം കഴിച്ചു, 21-ാം നൂറ്റാണ്ടിൽ വേറെ ആൾ കല്യാണം കഴിച്ചു, ഇനി 50 കൊല്ലം കഴിഞ്ഞിട്ട് വേറെ ഒരാൾ 8 വയസ്സുള്ള കുട്ടീനെ കല്യാണം കഴിച്ചു എന്നതുകൊണ്ട് മുഹമ്മദിനെ വിമർശിക്കാൻ പാടില്ലേ? മുഹമ്മദിനെ അപ്പോഴും വിമർശിക്കും. അല്ലെങ്കിൽ നിങ്ങൾ അവകാശവാദം മാറ്റിവെക്ക്. അത് അന്ന് അങ്ങനെയൊക്കെ നടന്നുപോയി, നിങ്ങൾ കാര്യമാക്കണ്ട, നിങ്ങൾ ഇഷ്യൂ ആക്കണ്ടെന്ന് നമ്മളോട് പറയും. അതിലിപ്പോ നമുക്ക് മാതൃകയാക്കാനൊന്നുമില്ല. നിങ്ങൾ മിണ്ടല്ലേ നീ ഞങ്ങളോട് പറയും, നമുക്ക് പരിഗണിക്കാം. ഇത് വിമർശിക്കാനും പാടില്ല. ഇന്ന് ഇത് ലോകത്തിലേക്ക് ഏറ്റവും വലിയ മികച്ച മാതൃകയാണ്. ഇതെന്ത് കഥയാണ്? കഷ്ടല്ലേ സാഹിബേ? ഒന്ന് നിങ്ങൾ ഈ മാതൃക അഭിമാനത്തോടെ പൊക്കി പിടിക്കണം, അല്ലെങ്കിൽ ഈ വൃത്തികേട് കിതാബെന്നും മാറ്റിവെക്കണം. ഏറ്റവും ചുരുങ്ങിയത് ഇതിനെ ന്യായീകരിക്കാതിരിക്കുകയും ചെയ്യണം. ഇപ്പൊ നിങ്ങൾ നോക്ക്, നിങ്ങൾ പഠിപ്പിച്ചെടുത്തത് കേട്ടിട്ട് അയ്യൂബും വന്ന് വിമർശിച്ച് എന്റെ ഫോട്ടോയും വെച്ചപ്പോഴല്ലേ എനിക്കിതിന് മറുപടി ഇപ്പൊ പറയേണ്ടി വന്നത് അല്ലേ? മുഹമ്മദ് നബീനെ മോശക്കാരനായി ചിത്രീകരിക്കാനുള്ള എല്ലാ സാധനവും കിതാബിൽ എഴുതി വെക്കുക, ഈ 21-ാം നൂറ്റാണ്ടിൽ മൈക്ക് കെട്ടി വിളിച്ചു പറയുക, എന്നിട്ട് യൂട്യൂബിൽ വലിയ തമ്പനയിലൊക്കെ ഉണ്ടാക്കി അപ്ലോഡ് ചെയ്യുക. എടാ അതിന് നമ്മൾ മറുപടി പറഞ്ഞാൽ വലിയ കുറ്റം. അപ്പൊ നബി നിന്ന, നബിനോട് വിമർശനം. എന്തോ നടപ്പനത്? കഴിയില്ലെങ്കിൽ അതിനർത്ഥം 19-ാം നൂറ്റാണ്ട് വരെ ലോകം മുഴുവനും അംഗീകരിച്ചിരുന്ന, സമൂഹം അംഗീകരിച്ചിരുന്ന ഒരു വൈവാഹിക വിവാഹ സമ്പ്രദായം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പടച്ചവന്റെ നിർദ്ദേശപ്രകാരം വലിയ ലക്ഷ്യങ്ങളോടുകൂടി സ്വീകരിക്കുകയും അബൂബക്കർ റളിയല്ലാഹു അൻഹു എന്ന ആയിഷയുടെ പിതാവിന് ഒരു പ്രശ്നവുമില്ലാത്ത, അതേപോലെ തന്നെ ആയിഷ റളിയല്ലാഹു അൻഹയുടെ മാതാവിന് ഒരു പ്രശ്നവുമില്ലാത്ത, ആയിഷ റളിയല്ലാഹു അൻഹ പൂർണ്ണമായും തൃപ്തമായ കുടുംബജീവിതം നയിച്ച, അതേപോലെ തന്നെ സമൂഹത്തിൽ 14 നൂറ്റാണ്ടുകളായി സമൂഹത്തിൽ ആർക്കും എതിർപ്പില്ലാത്ത ആ വൈവാഹിക ജീവിതം പുതിയ കാലത്ത് പുതിയ ധാർമ്മികതയുടെ കണ്ണാടികളിലോട്ട് നോക്കി ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നോക്കിക്കൊണ്ട് അപഹസിക്കുന്നത് തീർച്ചയായും അനീതിയാണ് എന്ന് മാത്രമേ പറയാൻ കഴിയൂ. ഗതികേടാണ് എന്ന് മാത്രമേ പറയാൻ കഴിയൂ. ആരുടെ? നിങ്ങളുടെ. പുതിയ കാലത്തിന്റെ ധാർമ്മികതയുമായി കമ്പയർ ചെയ്യുമ്പോൾ അത്ര ഉള്ളു പ്രശ്നം. ഏത് കാലത്തെ ഏത് മികച്ച ധാർമ്മികതയുമായി താരതമ്യം ചെയ്താലും ഞങ്ങളുടെ മുത്തുനബിയുടെ മാതൃക ഉയർന്നു തന്നെ നിൽക്കും എന്ന നിങ്ങളുടെ ആ നെഞ്ച് വിരിവുണ്ടല്ലോ, അതങ്ങോട്ട് മാറ്റി വെച്ചാളി. അല്ലെങ്കിൽ ആയിഷാന്റെ പ്രായം എഴുതി വെച്ചിട്ടുള്ള ഹദീസുകൾ അങ്ങ് കീറിക്കളഞ്ഞാളി. രണ്ടും കൂടി നടക്കൂല. വൃത്തികേടിന്റെ ന്യായീകരണവും മികച്ച മാതൃകയാണെന്നുള്ള വാദവും രണ്ടും കൂടി നടക്കൂല. എന്തെങ്കിലും ഒന്നേ നടക്കുള്ളൂ. അതുകൊണ്ടാണ് മുഹമ്മദ് നബിയുടെ ജീവിതത്തിൽ ഇപ്പോഴും വിമർശനം ഉന്നയിക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് പുസ്തകം കാണിക്കുന്നില്ല, ഞാൻ പലതവണ സ്ക്രീനിൽ കാണിച്ചിട്ടുള്ളതാണ്. ഇന്നും ഇസ്ലാമിക ഫിഖ്ഹ് അനുസരിച്ച് പെൺകുട്ടികളുടെ വിവാഹപ്രായം അത് ഫിക്സ് ചെയ്യേണ്ടതില്ല എന്ന് തീരുമാനിക്കാനുള്ള കാരണം, ബാലവിവാഹം, ശൈശവ വിവാഹം, അതിന്റെ ഹുക്കം എന്താണെന്ന് ചോദിച്ചാൽ, അതിന്റെ മതവിധി എന്താണെന്ന് ചോദിച്ചാൽ അത് ഹലാലാണ്, അനുവദനീയമാണ്, പെൺകുട്ടികൾക്ക് പ്രായപരിധി പറഞ്ഞിട്ടില്ല എന്ന് പറയാനുള്ള തെളിവ് മുഹമ്മദ് ആയിഷനെ കല്യാണം കഴിച്ചതാണ്. ഞാൻ ആയിഷ വിവാഹത്തെ ഏതെങ്കിലും ഘട്ടത്തിൽ വിമർശിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ ഒരു സാമൂഹ്യ പശ്ചാത്തലത്തിൽ മാത്രമാണ്. ഒരു പെൺകുട്ടിക്ക് പ്രായപൂർത്തി എത്തുന്നത് വരെ പോട്ടെ, മതപരമായ അല്ലെങ്കിൽ പ്രായത്തിന്റെ പരിധി ഇതൊക്കെ വിട്, മതത്തിൽ ഒരു പ്രായപൂർത്തിയുടെ കണക്കുണ്ടല്ലോ, മതത്തിനകത്തൊരു പ്രായപൂർത്തിയുടെ കണക്കുണ്ട്. എന്താണ്? പെൺകുട്ടികൾ ഋതുമതിയാവുക എന്നുള്ളതോ അതല്ലെങ്കിൽ അവർക്ക് 15 വയസ്സ് പൂർത്തിയാവുക എന്നുള്ളതോ ആണ് പ്രായപൂർത്തിയുടെ ലക്ഷണമായിട്ട് പറയുന്നത്. ആൺകുട്ടികളാണെങ്കിൽ ജനാപത്ത് ഉണ്ടാവുക, 15 വയസ്സാവുക. ഈ രണ്ട് പ്രായപൂർത്തിയുടെ ലക്ഷണമായിട്ട് മതം പരിഗണിക്കുന്ന പ്രായപൂർത്തിയുടെ പരിധിയെങ്കിലും പെൺകുട്ടികളുടെ കാര്യത്തിൽ വിവാഹത്തിൽ നിബന്ധനയാക്കി വെച്ചിട്ടുണ്ടോ? ഇല്ല. ഇല്ലാത്തതിന്റെ കാരണം, അങ്ങനെ ചെയ്യാൻ കഴിയാത്തതിന്റെ കാരണം, ഋതുമതിയാവുന്നത് വരെയെങ്കിലും പെൺകുട്ടികളെ നിക്കാഹ് ചെയ്തു കൊടുക്കാൻ പാടില്ല എന്ന നിയമം ഇസ്ലാമിൽ ലോകാവസാനം വരെ ഉണ്ടാക്കാൻ കഴിയില്ലാത്തതിന്റെ കാരണം മുഹമ്മദ് ആയിഷനെ 6 വയസ്സിൽ കല്യാണം കഴിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇസ്ലാമും മുഹമ്മദും നിങ്ങളെ ഹദീസിൽ ഈ കഥയും ഈ പ്രായവും ഈ ടെസ്റ്റിമണിയൊക്കെ എഴുതി വെച്ച കാലത്തോളം മുഹമ്മദിന്റെ ഈ ചെയ്തികൾ പിച്ചി പറിച്ച് ആൾക്കാർ പരിശോധിക്കും. ഒന്നും ചെയ്യാൻ പറ്റില്ല സാഹിബേ. അല്ലെങ്കിൽ നിങ്ങൾ പറയും ഇസ്ലാമിൽ ഉണ്ടോ ഋതുമതിയാവണമെന്ന്? 9 വയസ്സ് 10 വയസ്സിൽ ഋതുമതിയാവുന്ന കുട്ടികളുടെ കാലാണ്. പോട്ടെ, ആ ഒരു പ്രായപരിധിയെങ്കിലും പെൺകുട്ടികൾക്ക് ഇത്രയെങ്കിലും പ്രായമാവണം, അല്ലെങ്കിൽ ഈ ഒരു ഘട്ടം എത്തണം എന്ന നിബന്ധന ഇസ്ലാമിലുണ്ടോ? ഖുർആൻ അനുസരിച്ചിട്ടുണ്ടോ? ഹുക്കുമിലുണ്ടോ? ഫിഖ്ഹിലുണ്ടോ? 2 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ തന്തപ്പിടിക്ക് ബോധ്യപ്പെട്ട ഒരു പയ്യന് വേണ്ടി കല്യാണം ഉറപ്പിച്ച് നിക്കാഹ് ചെയ്ത് കൊടുക്കലിൽ ഈ വാപ്പാന്റെ വിധി എന്താ? ഹലാലല്ലേ? അല്ലേ സാഹിബേ? 3 വയസ്സുള്ള പെൺകുട്ടീനെ 35-40 വയസ്സുള്ള ഒരു ചെക്കനെ കൊണ്ട് അല്ലെങ്കിൽ ഒരു കിളവനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചു കൊടുക്കാൻ ഒരു വാപ്പ വിചാരിച്ചാൽ അയാൾക്ക് അതിന് ഇസ്ലാം അനുവാദം കൊടുക്കുന്നുണ്ടോ? ഇല്ലേ? ഇതാണ് പോയിന്റ്. ഈ പോയിന്റിലാണ് മുഹമ്മദ് ആയിഷ കല്യാണം പ്രശ്നമായി വരുന്നത്. അവിടെയാണത് വിമർശിക്കപ്പെടുന്നത്. അയ്യൂബ് മൗലവിക്ക് ഓർമ്മയില്ലേ? മനസ്സിലായിട്ടില്ലേ എന്തുകൊണ്ടാണ് ആയിഷ കല്യാണം ഇത്രയും പ്രശ്നമാവുന്നതെന്ന്? അത് ഇതുകൊണ്ടാണ്. അതല്ലാതെ മുഹമ്മദിനെ ചീത്ത വിളിക്കാനും 6-ാം നൂറ്റാണ്ടിൽ ജീവിച്ച് മരിച്ചുപോയ ഒരു മനുഷ്യനെ കുറിച്ച് എന്തെങ്കിലും പറയാനും വേണ്ടിയിട്ടല്ല. ആ മനുഷ്യന്റെ ജീവിതത്തിൽ നിന്ന് എഴുതി വെച്ച കഥകൾ ഈ നൂറ്റാണ്ടിലുള്ള ലോകത്തെ പല ഭാഗത്തുള്ള ഇസ്ലാമിന് ആധിപത്യമുള്ള പ്രദേശങ്ങളിൽ മുസ്ലിം പെൺകുട്ടികളുടെ ദുരിതത്തിന് അവരനുഭവിക്കുന്ന പീഡനങ്ങൾക്ക് ഹേതുവാകുന്ന ഒരു ഹദീസാണെന്നും ആ ഒരു മതനിയമം ഉണ്ടാക്കാൻ എഴുതി വെച്ച തെളിവ് മുഹമ്മദ് ആയിഷനെ കല്യാണം കഴിച്ചതാണ് എന്നതുകൊണ്ടുമാണ് ഈ കല്യാണം വിമർശിക്കപ്പെടുന്നത്. തമാശ ഇത്
ആണോ? നമ്മളെ നാട്ടിലെ പെൺകുട്ടികൾ ഈ പ്രായത്ത് കല്യാണം കഴിച്ചു പോകാത്തതിന്റെ കാരണം എന്താ? നാട്ടിലെ നിയമം ഉള്ളതുകൊണ്ടാണ്. അഫ്ഗാനിസ്ഥാനിലേക്ക് ചെല്ല്, കല്യാണങ്ങൾ നടക്കുന്നില്ലേ? ഇറാനിൽ നടക്കുന്നില്ലേ? ഇറാനിൽ നടക്കുന്ന വേറെ ചില കഥകളൊക്കെ പിന്നെ പല വാർത്താ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അറിയോ നിങ്ങൾക്ക്? 9, 10, 12 വയസ്സുള്ള കുട്ടികളെ കൗണ്ടർ വെച്ച് പണം പിരിച്ച് കല്യാണം ചെയ്തു കൊടുക്കുന്ന കഥകൾ വരുന്നുണ്ട്. ഈ ദുരിതം ആരുണ്ടാക്കി വെച്ചതാ? ഇതിന് മതത്തിലെ തെളിവെന്താ? ഇത് തമാശയായിട്ട് പറഞ്ഞു പോണ്ടതും പരിഹസിച്ച് പറഞ്ഞു പോണ്ടതൊന്നുമല്ല. ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് അനീതിയാണോ പോലും? കാണിച്ചു കൂട്ടിയതൊക്കെ ഭയങ്കര നീതിയാണല്ലോ. ഇനിയും വാ, ഇനിയും കൊണ്ടുവരും. എന്റെ ഫോട്ടോയൊക്കെ വെച്ച് അയ്യൂബ് മൗലവീനെയോ സാക്കിർ നായിക്കിനെയോ അക്ബർ സാഹിബിനെയോ ഒക്കെ കൂട്ടി വെച്ച് എഴുതിക്കൊണ്ടുവാ. ഇസ്ലാമിന്റെ നിയമം മുൻ യുക്തിവാദിയുടെ ടെസ്റ്റിമണി ആയിട്ട് വാ. അപ്പൊ അതിന് മറുപടി പറഞ്ഞുതരാം. ചോദിച്ചു മേടിച്ചതാണ്. ഈ ദിവസം ഇന്ന് ഈ വിഷയം സംസാരിക്കണമെന്ന് ഞാൻ വിചാരിച്ചതേ അല്ല. എന്റെ ഫോട്ടോയും വെച്ച് പേരും എഴുതി ഇതാ എല്ലാ വിമർശനങ്ങൾക്കും അയ്യൂബ് മൗലവി ഉത്തരം തന്നിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോ ഒന്ന് കേട്ടു നോക്കിയതാണ്. കൊള്ളാം. എന്തായാലും ഇനിയും വരില്ലേ ഇതുവഴി ടോർച്ചും തെളിച്ചുകൊണ്ട് എന്ന് മാത്രമാണ് ചോദിക്കാനുള്ളത്. എന്തായാലും സമയം ഒത്തിരി വൈകിപ്പിക്കാതെ നമ്മൾ ഇന്നത്തേക്ക് അവസാനിപ്പിക്കുകയാണ്.